ഞാൻ ഡൽഹിക്ക് പോവല്ലേ? അത് പാർട്ടി തലത്തിൽ സംസാരിക്കുമല്ലോ, സംസാരിക്കാണ്ടിരിക്കാൻ പറ്റും. മുരളിയെ പോലെ ഒരാൾ അഭിപ്രായ വ്യത്യാസം നിൽക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വീണ് പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. അത് സ്വാഭാവികമായി. പാർട്ടി ആരെങ്കിലും ചുമതലപ്പെടുത്തുക അല്ലെങ്കിൽ കാണണമെന്ന് പ്രത്യേകമായിട്ടുള്ള ചുമതലപ്പെടുത്തിയില്ല, ചുമതലപ്പെടുത്തും. ആരെയാണ് അങ്ങനെ പ്രത്യേകം? അത് മുൻകൂട്ടി നിങ്ങളുടെയൊക്കെ പറയുന്നത് ശരിയല്ല. ഇല്ല, അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കേണ്ട ഒരു വിഷയമല്ല. അതുകൊണ്ട് നിർത്തി നിർത്തി കൊണ്ടുപോകണോ? അത് നോക്കാം. അതൊക്കെ രാഷ്ട്രീയം നമുക്കറിയാമെന്നേ. നിങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കല്ല. എപ്പോഴാണ് കത്തി വെക്കേണ്ടത്, എപ്പോഴാണ് കൊത്തേണ്ടുന്നത്, എപ്പോഴാണ് കയറേണ്ടത്, എപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്കറിയാം. നമ്മൾ നല്ല ഓപ്പറേറ്റേഴ്സാണ് കേട്ടോ. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഏടെ വേണ്ടിക്കും അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ നമുക്കെന്താ തടസ്സം? ഒന്നുമില്ല. എവിടെയും ആപ്റ്റാണ്. അവിടെ മാത്രമല്ല, എവിടെയും ആപ്റ്റാണ്. എത്ര സ്ഥാനമുണ്ട് നമുക്ക്? വരാൻ പോകുന്ന രാജ്യസഭയുണ്ട്, ഇതൊക്കെ ഇല്ലേ? നമ്മൾ സർവ്വസമ്പന്നന്മാരായി നിൽക്കുകയാണ്. എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ പാർട്ടിക്കകത്ത് ഇന്നുണ്ട്. നാളെ എനിക്ക് പറയാൻ കഴിയില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇല്ലാന്ന് പറഞ്ഞില്ലേ? വയനാട് എന്തെങ്കിലും പറയാം. അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം വരാതെ അന്ന് ആലോചിക്കാൻ പറ്റുമോ? രാഹുൽ ഗാന്ധിൻ്റെ തീരുമാനം വരണ്ടേ? അതിന് രക്ഷയില്ല, അല്ല തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്താ അത് പാർട്ടിയല്ലേ തീരുമാനിക്കുക? കേസ് ധാരണ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ പാർട്ടി അംഗീകരിക്കുമോ? എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കണം. നിങ്ങൾക്ക് അത് വരൂലേ? ഒരു ഇലക്ഷൻ വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് അഭ്യൂഹങ്ങൾ വരൂലേ? ഇതിലൊരു പുതിയ സംഭവമാണ്. പരിചയസമ്പത്തുള്ള ഒരാളെയാണോ അല്ലെ യുവാക്കളായിട്ടുള്ള ആൾക്കാരാണോ പാലക്കാട് കൂടുതലായി? ഞാൻ നല്ല പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ്. കേസ് പാലക്കാട് അത് പാലക്കാട് കാണാൻ പറ്റുന്നതാ. ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ആലോചിക്കണം. എന്തായാലും അതിന് അവരുടെ പരാജയത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ അന്വേഷണം തുടങ്ങി. അതെല്ലാം അന്വേഷിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല. പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല. അതാരായാലും അതിനോട് സഹകരിച്ചവർ കൊടുക്കേണ്ട എവിഡൻസ് കൊടുക്കണം. അതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൻ്റെ പുറത്ത് നടപടി ഉണ്ടാവും. അതൊക്കെയാണ് പാർട്ടിയുടെ സിസ്റ്റം. അതിവിടെയും ഉണ്ടാവും. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണ്ടേ? അന്വേഷിക്കുന്ന റിപ്പോർട്ട് വന്നാൽ അതിനകത്ത് നടപടി എടുക്കേണ്ട കുറ്റങ്ങളുണ്ടെങ്കിൽ നടപടി എടുക്കും. പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടാവും തൃശ്ശൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. അതിലെന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു കണ്ടെത്തലുണ്ടോ? പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടുത്തെ ജില്ലാതലത്തിൽ അതൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് വി ആർ നോട്ട് ഗെറ്റ് ഇറ്റ്. പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്കറിയില്ല. ഇപ്പം പരിശോധിച്ചാലേ മനസ്സിലാവും. എല്ലാറ്റിനും ഫിറ്റാണ് അദ്ദേഹം. ഹി ഈസ് ഫിറ്റ് ഫോർ എവരി പോസ്റ്റ്. ഈ പ്രൗഡ് ഓഫ് മിസ്റ്റർ മുരളീധരൻ. ഏത് പോസ്റ്റ് കൊടുത്താലും മുരളി ആ പോസ്റ്റ് ഭംഗിയായി കൊണ്ട് നടക്കും. ഞങ്ങളുടെ വിശ്വാസമാണ്. അതും കൊടുക്കും വേണ്ടി വന്നാൽ.